ഈ സാധനം എൻ്റെ കൈ കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതുവരെ ഇത് കഴിച്ചു നോക്കാനുള്ളൊരു മൂഡ് കിട്ടിയില്ല. മൂഡല്ല, വേറെ കുറേ മിഠായി ഉണ്ടായിരുന്നതുകൊണ്ട് അത് തിന്ന് 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 മധുരം എന്തോ തലക്ക് മത്തടിച്ച് ഫീൽ ആയതുകൊണ്ട് ഇത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. കുറച്ച് ദിവസം മിഠായി ഒന്നും തിന്നാതെ ഇത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഇതിൻ്റെ റിയൽ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. സംഭവം ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര ടേസ്റ്റ് ഇല്ല. ബാക്കിൽ ഒരാൾ ടോർച്ച് അടിച്ച് നടക്കുന്നത് കാണാം, അത് ഷിനാജാണ് കേട്ടോ. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞുമണി വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞങ്ങളിതേ നേരെ നെസ്റ്റോയിലേക്കാണ് കേട്ടോ പോയത്. എൻ്റെ വയറിന് എന്തോ ഒരു പ്രശ്നം തോന്നിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സോഡയാണ് അവിടെ നിന്ന് എടുത്ത് കുടിച്ചത്. പിന്നെ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നിനക്ക് ഈ ഒരു ടോപ്പേ ഉള്ളാന്നുള്ള ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഈ ഒരു ഡ്രസ്സ് ഇട്ടാൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇട്ടത്. അങ്ങനെ ദേ നമ്മൾ 1-2 സെക്ഷനിലൊക്കെ വെറുതെ കറങ്ങി. വെറുതെ അല്ല, എപ്പോൾ പോയാലും അത് തന്നെ ഉള്ളൂ നമുക്ക്, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് ഇവിടെ. പിന്നെ ഈ ഒരു പാൻറ് 2 എണ്ണം 499 രൂപ ഓഫറിൽ കണ്ടപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നേ. ഫുഡിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ നോക്കാൻ പോലും പോയില്ല, കാരണം ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഞായറാഴ്ച എന്തായാലും അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ അവിടുന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡെക്കാത്തലോണിലോട്ടാണ് പോയത്. ഷിനാജ് നമുക്ക് ഇവിടുന്ന് ഒരു കുട വാങ്ങാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ ഷിനാജ് വിചാരിച്ച അത്രയും ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല. ആ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. എന്തോ 899 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല രീതിക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ നേരെ ചില്ലീസിൽ പോയിട്ട് നല്ല ബട്ടർ നാനും ബട്ടർ ചിക്കനൊക്കെ കഴിച്ച്. ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കോംബോ. എന്നിട്ട് ഇതേ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ.